ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിട്ടുപറഞ്ഞ ദൈവം കൊടുത്ത വലിയൊരു കാര്യമാണ് ബന്ധന പ്രാർത്ഥന. അഥവാ സാത്താനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് ഓരോ ആത്മാക്കളെയും പിടിച്ചു കയറ്റുക എന്നുള്ള ആ വലിയൊരു ശുശ്രൂഷയാണ് ബന്ധന പ്രാർത്ഥനയിലൂടെ അദ്ദേഹം നടത്തിയിരുന്നത്. ബന്ധന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോൾ അവിടുന്ന് നൽകുന്ന വാഗ്ദാനങ്ങളിലൊന്നാണ് തിന്മയുടെ ശക്തിയുടെ മേലുള്ള അധികാരം. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-14 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്ത് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ആ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് തന്നോട് കൂടെ ആയിരിക്കുവാനായിട്ട്. ആ തന്നോട് കൂടെ ആയിരിക്കുമ്പോഴാണ് ബാക്കി ശുശ്രൂഷ ചെയ്യുവാനുള്ള ആ വലിയ ശക്തിയും കൃപാവരവും ദൈവം അവർക്ക് നൽകുന്നത്. അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചു. ഈ മലമുകളിലേക്ക് കയറി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പിതാവായ ദൈവവുമായിട്ട് ആലോചിച്ചതിന് ശേഷമാണ് അവിടുന്ന് തൻ്റെ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുക. ഈ അപ്പസ്തോല കൃപയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ് ബന്ധന പ്രാർത്ഥനയ്ക്കുള്ള അധികാരം ദൈവം കൊടുക്കുക. ആ ഒരു അധികാരം ദൈവം 12 ശിഷ്യന്മാർക്ക് കൊടുത്തു. ഈ 12 ശിഷ്യന്മാരുടെ പ്രാധാന്യം എന്താണ്? ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് അവർ, ടു ബി സെൻറ്റ്. ഈ അപ്പസ്തോലന്മാരെ അവിടുന്ന് തൻ്റെ തിരുശരീര രക്തങ്ങൾ നൽകി അവസാന സമയത്ത് ഈശോ അഭിഷേകം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈശോയുടെ അന്ത്യ അത്താഴ സമയത്ത് ആ പൗരോഹിത്യത്തിലൂടെ എല്ലാം ഈശോ ആ 12 പേരെ അനുഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈശോ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് അവർക്കെല്ലാത്തിൻ്റെമേലുള്ള അധികാരം ദൈവം കൊടുക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 20 തൊട്ടുള്ള തിരുവചനത്തെ നമ്മൾ കാണുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. ആ ഒരു കൃപയുടെ രഹസ്യം എപ്പോഴാണ് ദൈവം കൊടുക്കുന്നത്? ദൈവവുമായിട്ടൊന്നാകാൻ ആഗ്രഹിക്കുമ്പോൾ. ഏറ്റവും വലിയ കൃപയാണ് കർത്താവുമായി ഒന്നായി തീരുക, തന്നോട് കൂടെ ആയിരിക്കുക. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. ഈശോ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. മലയുടെ മുകളിലേക്കാണ് ഈശോ പോയത്. വിക്ടബേർ പറയും, മലമുകളിൽ പോയിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മെൽക്കിസദേക്കിൻ്റെ കൃപ ദൈവം നമുക്ക് തരികയാണ്. കാരണം സകലത്തെയും അനുഗ്രഹിക്കാനുള്ള ഒരു കൃപാവരമാണ് മെൽക്കിസദേക്കിന് ദൈവം കൊടുത്തത്. അത് ഈശോയുടെ കൃപ തന്നെയാണെന്ന് അദ്ദേഹം പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ മെൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അർത്ഥം ചെയ്ത് തിരിച്ചു വന്ന എബ്രഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം മെൽക്കിസദേക്കിനെ വയ്ക്കുകയാണ്. ഈ മെൽക്കിസദേക്കിൻ്റെ കൃപ കിട്ടുന്നത് ദൈവവുമായിട്ട് നമ്മൾ അടുക്കുമ്പോഴാണ്. നമുക്കറിയാം കർത്താവ് മലമുകളിലേക്ക് പോയപ്പോഴാണ് രൂപാന്തരപ്പെടുന്നത്. 12 പേര് കഴിഞ്ഞും അതിൻ്റെ അകത്തുനിന്നും ദൈവം 3 പേരെ മാറ്റി നിർത്തുന്നുണ്ട്. വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ യോഹന്നാനെയും വിശുദ്ധ യാക്കോബിനെയും ദൈവം 12 പേരിൽ നിന്നും ദൈവിക രഹസ്യങ്ങളുടെ അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം മാറ്റി നിർത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ ഹൃദയത്തെ ദൈവം തുറന്നു കൊടുക്കുകയാണ്. അപ്പസ്തോല കൃപ എന്ന് പറയുമ്പോൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുഗ്രഹം, ഒരു ശക്തി അവരുടെ മേൽ ദൈവം ആവസിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ പത്രോസിന് അത് കൊടുക്കുവാൻ കാരണം എന്താണ്? പത്രോസ് ഈശോയെ ദൈവപുത്രനായിട്ട് പ്രഘോഷിക്കപ്പെടുകയാണ്. പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാണ് വിശുദ്ധ പത്രോസ്
വിളിച്ചു പറയുകയാണ്, ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈശോ പത്രോസിനോട് പറയുന്നത്, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്നുള്ള ആ വലിയ ശക്തമായ അധികാരം ദൈവം വിശുദ്ധ പത്രോസിന് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ദൈവത്തെ ദൈവമായി പ്രഖ്യാപിച്ചു. ഹൃദയത്തിൽ ഈ വിശ്വാസ സത്യത്തെ നമ്മൾ പ്രഘോഷിപ്പിക്കപ്പെടുമ്പോൾ, ഹൃദയത്തിൽ നമ്മൾ ദൈവപുത്രനായ ഈശോയെ ഏറ്റുപറയുമ്പോൾ, കർത്താവിൻ്റെ അധികാരം ദൈവം നമുക്ക് തരികയാണ്. അതാണ് ഈശോ പറയുന്നുണ്ട്, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അതാണ്, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും ഈശോയുടെ ഈ രഹസ്യങ്ങളൊന്നും മനസ്സിലാകില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പിതാവിൻ്റെ ആകർഷണം ലഭിച്ച് ദൈവിക രഹസ്യങ്ങളിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോഴാണ് ബന്ധന പ്രാർത്ഥനയുടെ രഹസ്യം ദൈവം വെളിപ്പെടുത്തി തരിക. ബന്ധന പ്രാർത്ഥനയിലൂടെ സാത്താനെയും അവൻ്റെ സകല ശക്തികളെയും കീഴ്പ്പെടുത്തുവാനുള്ള കൃപ കൊടുക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21 തൊട്ട് 28 വരെയുള്ള വചനത്തിലും, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 തൊട്ട് 20 വരെയുള്ള തിരുവചനത്തിലും, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 തൊട്ട് 29 വരെയുള്ള തിരുവചനത്തിലുമൊക്കെ നമ്മുടെ കർത്താവായ ഈശോ സാത്താനെ ബഹിഷ്കരിക്കുന്നത്, അവർ കർത്താവിനെ കണ്ടപ്പോൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട്, കർത്താവേ, നീ എന്തിനും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? കർത്താവിൻ്റെ കൃപയെ ആദ്യം തിരിച്ചറിയുന്നത് ആരാണ്? സാത്താനാണ്. ഈശോ അതിലെ കടന്നു പോകുമ്പോൾ അവർ അസ്വസ്ഥരാകുകയാണ്, അലറിക്കൊണ്ട് താഴെ വീഴുകയാണ്. ഈശോ അവരെ എങ്ങനെയാണ് ശാസിച്ച് പുറത്താക്കുന്നത്? അധികാരത്തോടെയാണ് കർത്താവ് ശാസിച്ച് പുറത്താക്കുന്നത്. അതാണ് അവർ ഫരിസേയരും നിയമജ്ഞരും ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ കർത്താവായ ഈശോയുടെ പ്രബോധനം അധികാരത്തോടുകൂടിയുള്ള പ്രബോധനമാണ്. ശാസനയോടുകൂടിയാണ് സാത്താനെ പുറത്താക്കുന്നത്. നമ്മളിൽ വരുന്ന ബന്ധനത്തെ, നമ്മളിൽ വരുന്ന പാപത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ, അതിന് നമ്മൾ വളം വെച്ച് കൊടുക്കുമ്പോൾ സാത്താൻ ഒരിക്കലും നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയില്ല. പാപം ഒരിക്കലും നമ്മളെ വിട്ടു പോവുകയില്ല. അതാണ്, പാപത്തെയും പാപ സാഹചര്യത്തെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഏറ്റുപറയുക. അത്രമാത്രം നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമാണ് തിന്മ എന്നൊരു സംഭവം. ഈശോയ്ക്ക് ഒത്തിരിയേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, ഈശോ 72 പേരെയാണ് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്നത്. പക്ഷേ ദൈവം അതിൽ 12 പേരെയാണ് അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. ജനങ്ങൾക്ക് ഈശോ പറഞ്ഞു കൊടുക്കുന്നത് ഉപമകളിലൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതേസമയം അപ്പസ്തോലന്മാരെ രഹസ്യമായിട്ട് ഈശോയുടെ ഓരോ കാര്യങ്ങൾ പോയി ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ തിന്മയുടെ ശക്തി എന്താണ് ഞങ്ങൾക്ക് പുറത്താക്കാൻ പറ്റാതിരുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഈശോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശ്വാസവും ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇത് പുറത്തു പോകുക. ആ ദൈവപുത്രൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുമൊക്കെ ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് ഈശോ അവരെ മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് രൂപാന്തരപ്പെടുകയാണ്. രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർക്ക് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നുമൊക്കെ അവർ ശക്തമായിട്ട് പ്രഘോഷിക്കുകയാണ്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാരാകെ മാറുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കർത്താവിനെ കൊടുക്കുവാനായി അവർ പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അവർ രക്തസാക്ഷികളായിട്ട് ഈശോയുടെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹായെ നമുക്കറിയാം, അദ്ദേഹം ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു. ഇതുപോലെയാണ് സാധാരണ ഒരു വ്യക്തിക്ക് കർത്താവെടുത്ത് കൃപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ആ കർത്താവിൻ്റെ കൃപയാണ് പിന്നെ പ്രവർത്തിക്കുക.
വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. 1 കൊരിന്തോസ് 15-7 മുതലുള്ള തിരുവചനത്തിൽ, പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതന് എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനാണ്. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ് എന്ന് പറയുകയാണ്. അതിനുള്ള യോഗ്യതയില്ല എന്ന് പറയുകയാണ്. ആ ഒരു കൃപ കർത്താവെടുത്ത് വിറ്റുപേറിന് കൊടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുവാനോ മനുഷ്യർക്കാർക്കും സാധിക്കുകയില്ല. കർത്താവിൻ്റെ പീഡകൾ എടുക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു, അപമാനങ്ങൾ എടുക്കുവാൻ തയ്യാറായിരുന്നു. വിറ്റുപേർ എപ്പോഴും പറയുമായിരുന്നു, ഈശോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിശാചുമുണ്ട്, പിശാച് ഇല്ല എങ്കിൽ ഈശോ ഇല്ല എന്ന് അദ്ദേഹം ശക്തമായി പ്രഖ്യാപിച്ചിരുന്നു. കാരണം ഈശോ വന്നത് 1 യോഹന്നാൻ 3-8 തിരുവചനത്തിൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈശോ വന്നതിൻ്റെ ലക്ഷ്യം തന്നെ സാത്താനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. 1 കൊരിന്തോസ് 12-28 വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, ദൈവം സഭയിൽ 1 അപ്പസ്തോലന്മാരെയും 2 പ്രവാചകന്മാരെയും 3 പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകൾ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. എല്ലാവരും അപ്പസ്തോലന്മാരാണോ? എല്ലാവരും പ്രവാചകന്മാരാണോ? എല്ലാവരും പ്രബോധകരാണോ? എല്ലാവരും അത്ഭുത പ്രവർത്തകരാണോ? എല്ലാവരും രോഗശാന്തി വരങ്ങളുണ്ടോ എന്നെല്ലാം വിശുദ്ധ പൗലോസ്ലീഹ ചോദിക്കുകയാണ്. അതിൽ സഭയിൽ ദൈവം 1 അപ്പസ്തോലന്മാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയുകയാണ്. ഈ അപ്പസ്തോലന്മാർ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? ലോകത്തിൻ്റെ മുൻപിൽ ചപ്പും ചവറുമാണ്. അവരെ ലോകം ഒരിക്കലും സ്വീകരിക്കില്ല. ഒരു മഹത്വവും അവർക്കുണ്ടായിരിക്കുകയില്ല. അവർക്ക് ബഹുമതികളുണ്ടാവില്ല. എപ്പോഴും അവമതികൾ മാത്രമായിരിക്കും ഉണ്ടാകുക. പക്ഷെ അവർ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടരാണ്. 1 കൊരിന്തോസ് 4 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ, അതിൽ മുഴുവൻ വായിക്കുവാണെങ്കിൽ നമുക്ക് ആ അപ്പസ്തോല കൃപ എന്താണ്, അപ്പസ്തോലൻ്റെ സഹനം എന്താണ്, അവരേതെല്ലാം വഴിയിലൂടെയാണ് കടന്നുപോയത് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. 1 കൊരിന്തോസ് 4:9 മുതലുള്ള തിരുവചനത്തിൽ പറയാണ്, ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിരയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ലോകത്തിലും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കളായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അപമാനിതർ. ഈ നിമിഷം വരെയും ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരമേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അടിപതറാതെ നിൽക്കുന്നു. ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്കുകൾ പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ഛിഷ്ടം പോലെയും ആയിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഇവയെല്ലാം എഴുതുന്നത്, വത്സല മക്കളെ പോലെ ഉപദേശിക്കാനാണ്. വിശുദ്ധ പൗലോസ്ലീഹ ആ അപ്പസ്തോല കൃപയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ലോകത്തിൻ്റെ മുൻപിൽ ചപ്പും ചവറുമാണ്. ഒരു പ്രശസ്തിയും ഇതൊന്നും ലഭിക്കുകയില്ല. കർത്താവിൻ്റെ മുൻപിൽ ശക്തരും ധീരരുമാണ് അവരൊരിക്കലും കർത്താവിൻ്റെ വചനത്തിൽ മായം ചേർക്കുകയില്ല. ലോകം സഖ്യമെന്ന് കരുതുന്നതിനെ സഖ്യമെന്ന് കരുതുകയില്ല. ലോകം വലുതായി പൊക്കി നടക്കുന്നതിനെ പ്രവാചകന്മാരും അപ്പസ്തോലന്മാരുമൊക്കെ പ്രഖ്യാപിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അവരെ ലോകം എതിർക്കും. അവർ സത്യം മാത്രം വിളിച്ചു പറയുന്നവരാണ്. പ്രവാചകന്മാരുടെയൊക്കെ പ്രത്യേകത എന്താണ്? അവർക്ക് കർത്താവിൽ നിന്നുള്ള അരുളപ്പാടാണ് അവരെ വിളിച്ചു പറയുക. അതിലൂടെ ഒരിക്കലും ലോകം അവരെ അംഗീകരിക്കുകയില്ല. അതാണ് കർത്താവിലേക്ക് എപ്പോൾ നമ്മൾ വന്നാലും ഈശോയുമായിട്ട് നമ്മൾ ഒന്നാകാൻ തുടങ്ങുമ്പോൾ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ അവനെ ഭയപ്പെടരുത്. സാത്താനെ നമ്മൾ ഭയപ്പെട്ടാൽ പാപത്തിനടിമയാണ്. 1 യോഹന്നാൻ 4:18 തിരുവചനത്തിൽ പറയുന്നുണ്ട്, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല,
പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. കർത്താവിൻ്റെ സ്നേഹം വരുമ്പോൾ ഭയത്തിനൊരിക്കലും അവിടെ സ്ഥാനമില്ല. 2 കൊറിന്തോസ് 5:14 തിരുവചനത്തിൽ പറയുന്നു, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഈ ദൈവസ്നേഹമാണ് ഉത്തേജനം നൽകുന്നത്. നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചവനാണ് നമ്മുടെ കർത്താവ്. അതിനാൽ അനേകം വിശുദ്ധർ കർത്താവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട് ജീവിതം കൊടുക്കുകയാണ്. ഈ അപ്പസ്തോല കൃപയുടെ പ്രാധാന്യം ഇതാണ്. കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുക, സത്യത്തിന് വേണ്ടി പോരാടുക. വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും അദ്ദേഹം എത്രമാത്രം കഷ്ടതയിലൂടെ കടന്നുപോയി. അതാണ് ഈ ബന്ധിക്കാനുള്ള കൃപ ദൈവം കൊടുക്കുന്നത്. എപ്പോഴാണ്? ഈ വചനങ്ങളൊക്കെ അവരനുസരിച്ചു. അവർ ഈ വചനങ്ങളിലൂടെ അപമാനത്തിലൂടെ കടന്നു പോകുമ്പോൾ സാത്താൻ്റെ മേലുള്ള അധികാരം ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ്ലീഹ 2 കൊറിന്തോസ് 11 16 മുതലുള്ള തിരുവചനത്തിലും അപ്പസ്തോലൻ്റെ സഹനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 23 തിരുവചനത്തിൽ പറയാണ്, അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തിനെ പോലെ ഞാനും പറയുന്നു. ഞാൻ കുറേ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗൃഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരിക്കപ്പെട്ടു, പലതവണ വക്രതയിൽപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറുകെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു, രാത്രിയിലും പകലും കടലിൽ കൂടെ ഒഴുകി നടന്നു. പിന്നെ പൗലോസ്ലീഹ ആ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും എത്രമാത്രം ആത്മീയ ശക്തിയിലാണ് വിശുദ്ധ പൗലോസ്ലീഹ ഒരു അപ്പസ്തോലനായി പ്രവർത്തിച്ചതെന്ന്. അപ്പം ഈശോയുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ സഹനങ്ങളുണ്ടെങ്കിൽ, വേദനകളുണ്ടെങ്കിൽ, പീഡകളുണ്ടെങ്കിൽ അത് സന്തോഷപൂർവ്വം ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് സഹിക്കുവാനുള്ള ആ അനുഗ്രഹം ഈശോ നമുക്ക് തരണം. അതിനുവേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ 2 കൊറിന്തോസ് 6 പൗലോസ്ലീഹ പറയാണ്, ഹെഡിങ് തന്നെ സമ്പൂർണ്ണ ശുശ്രൂഷ എന്നാണ്. 4 മുതലുള്ള തിരുവചനത്തിൽ പറയാണ്, എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ ദാസരെന്ന നിലയിൽ അഭിമാനിക്കാൻ വിശുദ്ധ പൗലോസ്ലീഹ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൽ പറയുകയാണ്, വലിയ സഹനത്തിൽ, പീഡകളിൽ, ജാഗരണത്തിൽ, അത്യാഹിതത്തിൽ, മർദ്ദനത്തിൽ, കാരാഗൃഹത്തിൽ, ലഹളയിൽ, അധ്വാനത്തിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, ക്ഷമയിൽ, ദയയിൽ, ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ എല്ലാം പൗലോസ്ലീഹ ആ സഹനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. ഈ നമ്മുടെ കർത്താവിനെ നമ്മൾ അനുകരിക്കുന്നില്ല എങ്കിൽ, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നതെങ്കിൽ അതൊരു പ്രോസ്പെരിറ്റി ഗോസ്പലായി മാറും. അത് യഥാർത്ഥ ക്രിസ്തുവിലല്ല നമ്മൾ ജീവിക്കുക. നമ്മുടെ ലക്ഷ്യം മുറിയപ്പെട്ട ഈശോയെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർക്ക് കൊണ്ടുപോയി കാണിച്ചത്. എന്താണ്? നിങ്ങളെൻ്റെ കൈകൾ കാണുവിൻ, എൻ്റെ പാർശ്വത്തിലേക്ക് നോക്കുവിൻ. അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകണം ആ ക്രൂശിതനായ ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവരായിട്ട് നമ്മൾ മാറുന്നതാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ വിശുദ്ധീകരണമാണ്. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കും, നമ്മുടെ സഭ വിശുദ്ധീകരിക്കും, നമ്മുടെ സമൂഹം വിശുദ്ധീകരിക്കും, നന്മകളാൽ നിറയും. അതാണ് ഈ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ കൃപ കർത്താവ് നമുക്ക് തരണം. ആ ഈശോയുടെ രാജ്യത്തിലേക്ക് നമ്മൾ പോകണം. ഈ ലൗകിക സുഖത്തിന് വേണ്ടി മാത്രമുള്ളവനല്ല നമ്മുടെ ക്രിസ്തു എന്നുള്ള കാര്യം ഓരോ ക്രൈസ്തവനും മനസ്സിലാക്കിയിരിക്കണം, വിശ്വസിച്ചിരിക്കണം. എപ്പോഴാണ് ഈശോ ബന്ധിക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കുക? ഈ ഒരു അപ്പസ്തോല കൃപയാണ് ദൈവം ഓരോ വൈദികർക്കും കൊടുക്കുക. വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ അവർക്ക് മോചിപ്പിക്കുവാനുള്ള അധികാരം ദൈവം കൊടുക്കുകയാണ്. ഈശോ പാപങ്ങൾ മോചിപ്പിക്കുമ്പോൾ ഫരിസേരും നിയമജ്ഞരുമൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവനെങ്ങനെയാണ് പാപം മോചിക്കാൻ അധികാരം കൊടുക്കുക? ആ അധികാരം തന്നെയാണ് ഈശോ തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്.
പാപമോചനത്തിനുള്ള അധികാരം. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എന്നാണ് ഈശോ പറയുക. അത്രയും അനുഗ്രഹം ദൈവം ഈ അപ്പസ്തോല കൃപയുടെ പ്രാധാന്യമായിട്ട് ദൈവം കൊടുക്കുകയാണ്. അത് വിറ്റുപറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയും, വിശുദ്ധി പാലിക്കും തോറും ആണ് ദൈവം ഈ കൃപ കൊടുക്കുക. നമ്മളിൽ ഏതെങ്കിലും ഒരു ബന്ധനമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാപം നമ്മളിലുണ്ട് എങ്കിൽ അത് പരിപൂർണമായിട്ട് നമ്മൾ എടുത്തു മാറ്റണം. അവിടെയല്ലേ സാത്താൻ അവിടെ ഇരിക്കാനൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് ബന്ധന പ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും മർമ്മപ്രധാനമായൊരു ശുശ്രൂഷയായിരുന്നു ബന്ധന പ്രാർത്ഥന. കർത്താവിൻ്റെ നാമത്തിൽ അദ്ദേഹം എവിടെ നിന്ന് ബന്ധിച്ചാലും അത് കർത്താവ് തീർച്ചയായിട്ടും പ്രവർത്തിച്ചിരുന്നു. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അദ്ദേഹം അത്രമാത്രം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. ഈശോയുടെ വചനത്തിൻ്റെ കൂടെ രാത്രിയുടെ യാമങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ച് 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 കർത്താവിൻ്റെ കൃപ അദ്ദേഹം വാങ്ങിച്ചെടുത്തു. അതിലൂടെയാണ് എല്ലാത്തിനെയും ബന്ധിക്കുവാനുള്ള അധികാരം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടായിട്ട് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, തിന്മയുടെ ശക്തി നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോഴാണ് ആ സുബോധം നമുക്ക് വീണ്ടും കിട്ടുക. അതുവരെ നമ്മുടെ ബുദ്ധി എപ്പോഴും അന്ധകാരത്തിലായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം മാറി നിഷ്കളങ്കമായൊരു ചിന്ത നമുക്ക് ലഭിക്കുക. നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി വളരുന്നത് ഈ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോഴാണ്. ഈശോ ഒരു ശിശുവിനെ അടുത്ത് വിളിച്ചു നിർത്തി പറയുകയാണ്, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവനെന്ന്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ ആ ശിശുസജ്ജമായ ഹൃദയം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നമ്മളിൽ നിന്ന് പാപത്തിൻ്റെ സ്വാധീനം എടുത്തു മാറ്റുമ്പോൾ നമ്മളെല്ലാം ശിശുക്കളായി മാറുകയാണ്. നിഷ്കളങ്ക ഹൃദയം നമ്മളിലേക്ക് വരികയാണ്. അതാണ് ബന്ധന പ്രാർത്ഥനയുടെ ശക്തി. ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അത്രമാത്രം വ്യത്യാസം നമ്മളിലുണ്ടാകും. വിറ്റുപേർ പറയും, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ബന്ധന പ്രാർത്ഥനയില്ലാതെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതാണ് നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥനയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മളെ തന്നെ നമ്മൾ ഈശോയ്ക്ക് അടിയറ വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥന ആണ്. ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആമേൻ എന്നുള്ള ഒരു പ്രാർത്ഥന ത്രിത്വേക ദൈവത്തിൽ നമ്മളെ ആക്കിയാണ്. നമ്മളെല്ലാ ദിവസവും രാവിലെ എണീറ്റിരിക്കുമ്പോഴും നമ്മളെ തന്നെ ദൈവത്തിന് അടിയറ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും തിന്മയുടെ ശക്തിയിൽ നിന്നുള്ളൊരു മോചനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിറ്റുപറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബന്ധന പ്രാർത്ഥന നടത്തുമ്പോൾ വളരെയേറെ ഒരുങ്ങി കുമ്പസാരിച്ച് ഈശോയെ സ്വീകരിച്ച് ഉപവാസവും പ്രാർത്ഥനയും എല്ലാം സ്വീകരിച്ച് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് പാപത്തെയും പാപസാഹചര്യത്തെയും പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ വചനങ്ങൾ വായിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധന പ്രാർത്ഥന. അതിലദ്ദേഹം വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വചനങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ ആ ആത്മാവ് ആവസിക്കുന്ന കുറേ വചനങ്ങൾ അദ്ദേഹം സ്ഥിരമായി വായിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 29-ാം അധ്യായം, സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 18-7 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ശക്തമായ സ്വരം വരുന്നത്, കർത്താവിൻ്റെ ശക്തമായ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുന്നത്, ആ ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യനിൽ നിന്ന് ഈ അന്ധകാര ശക്തികൾ വിട്ടുപോവുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64-1 തൊട്ടുള്ള തിരുവചനങ്ങൾ. കർത്താവേ, ആകാശം പിളർന്നിറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ, അഗ്നിയാൽ വിറകെരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ജനതകൾ ഞെട്ടിവിറയ്ക്കട്ടെ, ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ എന്ന ഒക്കെയുള്ള ശക്തമായ വചനങ്ങൾ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ശക്തമായ സ്വരത്തെക്കുറിച്ച് പറയുകയാണ്.
സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു, ജലസഞ്ചയത്തിന് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. കർത്താവിൻ്റെ സ്വരം ദേവദാരുകളെ തകർക്കുന്നു. കർത്താവ് ലെബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. അവിടുന്ന് ലെബനോനെ കാളക്കുട്ടിയെപ്പോലെ തുള്ളിക്കുന്നു, സിറിയോനെ കാട്ടുപോത്തിനെ പോലെയും. കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുപ്പിക്കുന്നു. കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. കർത്താവ് കാദേശ് മരുഭൂമിയെ നടുക്കുന്നു. കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു, അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു. അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്നെല്ലാവരും പ്രഘോഷിക്കുന്നു. കർത്താവ് ജലസഞ്ചയത്തിന്മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ. അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവിൻ്റെ ശക്തമായ വചനങ്ങൾ, കർത്താവിൻ്റെ ആ ശക്തിയുടെ വചനങ്ങൾ വായിക്കുമ്പോൾ അന്ധകാര ശക്തികൾക്ക് അവിടെ നിൽക്കത്തില്ലാത്ത വിധം അവരിൽ നിന്ന് ആ തിന്മയുടെ ശക്തി വിട്ടുപോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൊടിയും കൃമിയുമായ മനുഷ്യനിലൂടെയുള്ള കർത്താവിൻ്റെ പ്രവർത്തനമാണ്. ആ കർത്താവിന് വരാനുള്ള ഒരു ഉപകരണമായിട്ട് നമ്മൾ നിന്നു കൊടുത്ത് കർത്താവിൻ്റെ വചനങ്ങൾ ഉരുവിടുമ്പോഴാണ് അവിടെ ആ തിന്മയുടെ ശക്തി അവരിൽ നിന്ന് വിട്ടുപോവുക. അനേകം വചനങ്ങൾ അദ്ദേഹം വായിച്ചിരുന്നു. ആ വചനത്തിലൂടെ കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ വളരെ ശക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് ബന്ധന പ്രാർത്ഥന. അനേക ആത്മാക്കളെ ഈശോയുമായിട്ട് ഒന്നിപ്പിക്കുക, അതിലൂടെ സ്വർഗരാജ്യത്തിൽ നിക്ഷേപം നമ്മൾ കരുതി വയ്ക്കണം എന്ന് അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു. അതുപോലെ പറയുമായിരുന്നു, കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണ്. കുറുക്കൻ്റെ എപ്പോഴും ലക്ഷ്യം ആ കോഴിയെ എങ്ങനെ പിടിക്കണമെന്നാണ്. കർത്താവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം പാപത്തിൽ കിടക്കുന്ന ഒരു ആത്മാവിനെ എങ്ങനെ ക്രിസ്തുവുമായിട്ടൊന്നായി കൊണ്ടുവരിക, എങ്ങനെ അവനെ ഈശോയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായിരിക്കണം. ആത്മാവിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കണം നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കേണ്ടത്. മാനസാന്തരത്തിലൂടെ അനേകരെ ഈശോയിലേക്ക് കൊണ്ടുവരണം. അതുപോലെ അദ്ദേഹം ബന്ധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളും എടുത്ത് അദ്ദേഹം പറയും, എഫെസസ് 2:2 ഒരു തിന്മയുടെ ശക്തിയുണ്ട്, അന്തരീക്ഷ ശക്തിയുടെ അധീശനുണ്ട്. ആ അന്തരീക്ഷ ശക്തിയുടെ അധീശനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ അന്തരീക്ഷം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുക. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഈ അന്തരീക്ഷത്തിൽ എത്രമാത്രം മാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. നമ്മളിന്ന് പല പാപങ്ങൾക്കും പല മീഡിയകൾക്കും പല ശക്തികൾക്കും അടിമയാണ്. അത് മാറ്റി ആ അന്തരീക്ഷ ശക്തിയെ മാറ്റി അവിടെ ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ടുവരണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ, വിശുദ്ധ കൂദാശയിലൂടെ ഓരോ വ്യക്തികൾക്കും സാധ്യമാണ്. അതാണ് നമുക്കറിയാം, ഒരു ഇടവകയിൽ ആ ഇടവകയുടെ മുഴുവൻ ആത്മാക്കളുടെ മേലുമുള്ള അധികാരം ആ ഇടവകയിലെ പാരിഷ് പ്രീസ്റ്റിനാണ്. അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ് ആ ആത്മാക്കൾ മുഴുവൻ. അതിലൂടെ ആ ജനം മുഴുവൻ സംരക്ഷിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഓരോ അന്തരീക്ഷത്തിനും ഓരോ അരൂപിയുണ്ട്. അവരെ ആ ആത്മാക്കളെ സംരക്ഷിക്കുക ഓരോരുത്തരുടെയും കടമയാണ്. ഓരോ കുടുംബത്തിനും ഓരോ അന്തരീക്ഷമുണ്ട്. അതാണ് ഓരോ കുടുംബത്തിൻ്റെയും നാഥൻ്റെ കടമയാണ്. ഓരോ കുടുംബ ദമ്പതികളുടെ കടമയാണ് ആ കുടുംബത്തെ ആ അന്തരീക്ഷത്തിൻ്റെ തിന്മയിൽ നിന്നും സംരക്ഷിച്ച് ദൈവത്തിൻ്റേതാക്കുക. അങ്ങനെ കർത്താവ് വളരെ ഓർഡറായിട്ട് നമ്മുടെ സഭയെ പടുത്തുയർത്തപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ ദേവനാൽ അന്തരാക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള ഒരു മോചനമാണ് ബന്ധന പ്രാർത്ഥന. നമുക്കറിയാം, ഒരു ബഹുമാനപ്പെട്ട ബിഷപ്പിന് ആ രൂപതയുടെ മേൽ മുഴുവനുള്ള ഒരു ആത്മീയ അധികാരമുണ്ട്. ആ അധികാരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ആത്മീയ ശക്തിയിൽ അവിടമെല്ലാം സംരക്ഷിക്കപ്പെടുകയാണ്. അതുപോലെ നമ്മുടെ റോമിൽ നമ്മുടെ പോപ്പിന് ക്രിസ്ത്യാനികളുടെ മേൽ മുഴുവനുള്ള ഒരു അധികാരമുണ്ട്. ക്രൈസ്തവ ജനതകളുടെ മേൽ മുഴുവനുള്ള ഒരു അധികാരം. അതിലൂടെ നമ്മളെല്ലാം സംരക്ഷിക്കപ്പെടുകയാണ്. നമ്മളെല്ലാം വിശുദ്ധി പാലിക്കുകയാണ്. അതിലൂടെ നമ്മൾ വളർന്നു വരികയാണ്. അതുപോലെയാണ് കർത്താവിൻ്റെ സഭയെ സംരക്ഷിക്കുക. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജോലി. നമ്മൾക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. നമ്മളെ മാമോദീസായിലെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റിയതാണ്.
1 പത്രോസ് 1:9-10 പറയുന്നുണ്ട്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അത്രമാത്രം വലിയ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ദൈവം നമ്മളെ നയിച്ചിട്ടുണ്ട്. ഈ പദവിയിൽ നിന്ന്, ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് നമ്മൾ തന്നെ താഴേക്ക് പോവുകയാണ്. ഒരു പദവിയിലേക്ക് നമ്മൾ കയറി വരുവാനും ആ പദവി നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കുവാനും നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബ്രദർ പറയും, ആത്മീയ ജീവിതത്തിൽ നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും ഒക്കെ എതിരായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുക. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6:10-20 വരെയുള്ള തിരുവചനത്തിൽ ആത്മീയ ആയുധങ്ങൾ ധരിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്. അതിൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഉള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ, സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ, രക്ഷയുടെ പടത്തുപേണുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാള്, വിശ്വാസത്തിൻ്റെ പരിച നമ്മളോട് എടുക്കാനാണ് പറയുക. കാരണം ഈ വിശ്വാസത്തിന് എതിരെയാണ് അവൻ്റെ സകല ശക്തികളും വരിക. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പരിച എടുക്കണം. അതാണ് ആത്മീയ ആയുധങ്ങളെ നമ്മൾ ധരിക്കണം. ഈ ആയുധങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാത്താൻ്റെ കുടില തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് 2 കൊരിന്തോസ് 2:10-11 തിരുവചനത്തിൽ ഈശോയുടെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ക്ഷമയ്ക്കെതിരായി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് വിവേകമെന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകണം, ദൈവിക ജ്ഞാനം നമുക്കുണ്ടാവണം. ഇതെല്ലാം വരുമ്പോഴാണ് നമുക്ക് അവൻ്റെ കുടില തന്ത്രങ്ങൾ, അവൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിൽ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു, ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം പറയുകയാണ്, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ, അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ എന്നാണ് പറയുക. അവൻ കബളിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുക. കാരണം ക്ഷമ എന്ന പുണ്യം സ്വീകരിക്കുമ്പോൾ ഡെലിവറൻസിൻ്റെ കൃപ നമുക്ക് കിട്ടും എന്ന് ബ്രദർ പലപ്പോഴും പറയാറുണ്ട്. ക്ഷമിച്ച് കൊടുക്കുമ്പോഴാണ് പിശാചുക്കളുടെ മേലുള്ള അധികാരം ദൈവം നമുക്ക് തരിക. ഈശോ എല്ലാം ക്ഷമിക്കുകയാണ്. ആ ക്ഷമ വരും തോറും, ക്ഷമിക്കും തോറും ദൈവരാജ്യം വിജയിക്കും. അതേസമയം നമ്മളെപ്പോഴും നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുമുള്ള വിവേചന ശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്നും വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-9 തിരുവചനത്തിൽ ആ സ്നേഹം നമുക്ക് ജ്ഞാനത്തിലായിരിക്കണം, വിവേചന ശക്തിയിലായിരിക്കണം. അപ്പോസ്തല പ്രവർത്തനം 13-10 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സാത്താനെക്കുറിച്ച്. സാത്താൻ്റെ ഡെഫിനിഷൻ എന്താണ് പറയുന്നുണ്ട്. ഇതിൽ പറയുകയാണ്, സാത്താൻ്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, അവന് സകല നീതിക്കും എതിരാണ്. ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് നീ വിരമിക്കുകയില്ലേ. ഉണ്ടോ, അവന് ദൈവത്തിൻ്റെ നേർവഴികളെ മാറ്റിവിടുക, അതാണ് അവൻ്റെ ലക്ഷ്യം. ദൈവത്തിൻ്റെ പ്രവർത്തനം എവിടെയുണ്ടോ ആ വഴികളെ മാറ്റിവിടുവാനാണ് സാത്താൻ്റെ ലക്ഷ്യം. അത് വളരെ വിവേകത്തോടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വരിക. സാത്താൻ്റെ മേലുള്ള അധികാരം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള ആന്തരിക ആത്മാവിലുള്ള നമ്മുടെ പ്രഖ്യാപനം വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-9-10 തിരുവചനത്തിൽ യേശു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ള വിശ്വാസം നമ്മുടെ എല്ലാം ആന്തരിക ആത്മാവിൽ മുദ്രിതമായി സ്വീകരിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന അധികാരമാണ്. ഈശോയുടെ നാമത്തിൽ എല്ലാ ദുഷ്ടശക്തികളെയും കീഴ്പ്പെടുത്തുവാനുള്ള അധികാരം അവിടുന്ന് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ മനുഷ്യരായ നമ്മൾ
ലോകത്തിലോട്ടുള്ള ചായ്വ് വളരെ ശക്തമായ കാരണം ക്രിസ്തുവിനെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയെ നമ്മുടെ ഹൃദയം സ്വീകരിക്കുവാനും അതിലൂടെ നമ്മളെല്ലാവരും ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ ശക്തിയുള്ള നാമത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ഹൃദയം കൊണ്ട് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറയാനുള്ള വലിയ കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.